കോച്ചിംഗ് രംഗത്ത് AI അഡാപ്റ്റീവ് ലേണിംഗ് എന്ന സാങ്കേതികതയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മലപ്പുറത്തെ എഡ്യൂപോർട്ട് ക്യാമ്പസ്. എഡ്യൂപോർട്ടിന്റെ അഡാപ്റ്റീവ് ലേണിംഗ് നൂതന ആശയം അക്കാദമിക് പ്രകടനം മെച്ചപ്പെടുത്തുവാൻ മാത്രമല്ല, വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മവിശ്വാസവും സമ്മർദ്ദമില്ലാത്ത പഠനാന്തരീക്ഷവും ഒരുക്കുന്നു. പരമ്പരാഗത JEE നീറ്റ് വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് മാറി ഓരോ വിദ്യാർത്ഥികൾക്കും വ്യക്തിഗത ശ്രദ്ധയും പരിചരണവും ഉറപ്പു നൽകുകയാണ് മലപ്പുറത്തെ എഡ്യൂപോർട്ട് ക്യാമ്പസ്. 2020 ആദ്യത്തെ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് SSLC വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ക്ലാസ് കൊടുത്തുകൊണ്ടാണ് എഡ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം കുട്ടികളുടെയും അവരുടെ പാരൻസിൻ്റെയും പിന്തുണയൊന്നുകൊണ്ട് മാത്രമാണ് എഡ്യൂപോർട്ട് ഈ ഒരു നിലയിലെത്തിയത്. നിലവിൽ എഡ്യൂപോർട്ടിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ട്യൂഷനും അതേപോലെ തന്നെ നീറ്റ് JEE ഫൗണ്ടേഷനും +1 +2 സയൻസ് വിദ്യാർത്ഥികൾക്ക് നീറ്റ് ആൻഡ് JEEയുടെ എൻട്രൻസ് ക്ലാസ്സുകളും ആൻഡ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് ട്യൂഷനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ 2 വർഷം മുമ്പ് നമ്മൾ കോഴിക്കോട് ഒരു നീറ്റ് ആൻഡ് JEE ഇൻ്റഗ്രേറ്റഡ് സ്കൂളും ഫറൂഖ് കോളേജ് ക്യാമ്പസിൽ ഒരു നീറ്റ് റിപ്പീറ്റ് പ്രോഗ്രാമും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ മലപ്പുറത്തെ ഇങ്കൽ എഡ്യൂസിറ്റിയിൽ ഒരു 2000 കുട്ടികൾക്കുള്ള ഒരു റെസിഡൻഷ്യൽ നീറ്റ് ആൻഡ് JEE ക്യാമ്പസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീറ്റ് JEE എൻട്രൻസ് കോച്ചിങ് ക്യാമ്പസ് ആയിരിക്കും ഇതുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ സാധാരണ ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പം ചെറിയ ക്ലാസ് റൂമിൽ കുട്ടികളൊക്കെ തിക്കി നിറച്ച് പഠിപ്പിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ്. അത് മാറ്റി വിശാലമായ ക്ലാസ് റൂമിൽ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ട് ക്ലാസ് റൂമിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കും. നമ്മളെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനിമം 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ NIT IIT അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തുടങ്ങിയ ടോപ്പ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ ഒരു 2.5-3 വർഷമായിട്ട് കോവിഡിൻ്റെ സമയത്ത് ഒരു ഡിസ്ട്രപ്റ്റീവ് പ്ലാറ്റ്ഫോമായിട്ട് യൂട്യൂബിൽ തുടങ്ങിയ ഒരു ചെറിയ ചാനലാണ്. അത് കുട്ടികൾക്ക് വളരെ ക്വാളിറ്റിയിൽ കോണ്ടൻറ്റ് കൊടുത്ത് ബിൽഡ് ചെയ്ത് ഇന്ന് നമുക്ക് ഏകദേശം 12 യൂട്യൂബ് ചാനൽ വിത്ത് ഓൾമോസ്റ്റ് 40 മില്യൺ വ്യൂസ് എവറി മന്ത് ഉള്ള ഒരു ചാനലിലേക്ക് ഗ്രോ ചെയ്തു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇത്രയും സജീവമായി ഇത്രയും ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചതിൽ അടുത്ത ഒരു എക്സ്റ്റൻഷനായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പസ് മലപ്പുറത്ത് കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കുന്നത്. ഈ ഒരു ക്യാമ്പസിൽ നമ്മൾ ഏകദേശം 2500 കുട്ടികളാണ് ഈ വർഷം റിപ്പീറ്റേഴ്സ് ബാച്ചിനായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ അഡാപ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. പല സ്ഥലങ്ങളിലും നല്ല കുട്ടികളെ മാത്രം എടുക്കുക, അതായത് ഏറ്റവും മാർക്കുള്ള കുട്ടികളെ എടുക്കുക, അവരിൽ നിന്ന് റിസൾട്ട് കൊണ്ടുവരിക. അപ്പം ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഇൻജസ്റ്റിസ് ആണ് നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒരു ഇതായിട്ടാണ് നമ്മൾ അഡാപ്റ്റ് എന്ന് പറയുന്ന ഒരു AI അൽഗോരിതം യൂസ് ചെയ്തിട്ട് എല്ലാ കുട്ടികൾക്കും, നമ്മളിപ്പം സൊസൈറ്റിയിൽ സ്മാർട്ട് എന്ന് പറയുന്ന കുട്ടികൾ മാത്രമല്ല, ആവറേജ് കുട്ടികൾക്കും ബിലോ ആവറേജ് കുട്ടികൾക്കും അവരുടെ പേസിൽ, അതായത് ഒരു ടോപ്പിക്ക് പല പേസിൽ പഠിച്ച് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ നീറ്റോ JEE എക്സാം എഴുതുന്ന ആ ദിവസം ഇവർ കോമ്പീറ്റൻ്റ് ആയിട്ട് ഈ എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു ജേർണിയാണ് അഡാപ്റ്റും ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. എഡ്യൂപോർട്ടിൽ ബേസിക്കലി നമ്മളിപ്പോൾ 3 യുണീക്ക് കമ്പോണൻസ് അല്ലെങ്കിൽ 3 എസെൻഷ്യൽ കമ്പോണൻസിനെയാണ് കൊണ്ടുവരുന്നത്. ഒന്ന് വേൾഡ് ക്ലാസ് ഫാക്കൽറ്റി. അതില്ലാണ്ട് നമ്മളിപ്പോഴും ബിലീവ് ചെയ്യുന്നില്ല AI എന്ന് പറയുന്ന ഒരു എഞ്ചിൻ എഡ്യൂക്കേഷനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് വേൾഡ് ക്ലാസ് ഫാക്കൽറ്റീസും അതേപോലെ തന്നെ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറും മൂന്നാമതായിട്ട് ടെക്നോളജിയും. ഈ 3 സാധനങ്ങൾ വരുമ്പം കേരളത്തിൽ നിന്നും വളരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ടും നമ്മൾ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഒരു ഹബ്ബായി കേരളത്തിലേക്ക് ഗ്രോ ചെയ്യാൻ നമ്മളിപ്പം രാജസ്ഥാനിൽ കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് 4.5 ലക്ഷം കുട്ടികളാണ് മരുഭൂമിയിൽ ആ ചൂടത്തിരുന്ന് ഇത് പഠിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് കേരളത്തിലെ ഇത്രയും നല്ല എൻവയറമെൻറ്റും എക്കോസിസ്റ്റമുള്ള കേരളത്തിൽ നമുക്കൊരു എഡ്യൂക്കേഷൻ, ഇന്ത്യയുടെ തന്നെ എഡ്യൂക്കേഷൻ ഹബ്ബ്, ഇപ്പം ഇത് നീറ്റ് JEEലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും കേരളത്തിൽ വന്ന് പഠിക്കുക എന്നുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ കേരളത്തിനെ പൊസിഷൻ ചെയ്യാനും കൂടെയാണ് നമ്മൾ ഈ എഡ്യൂപോർട്ടിൻ്റെ ജേർണിയിൽ ഉദ്ദേശിക്കുന്നത്. എന്ത് പഠിക്കണം എന്നറിയാത്തതാണ് ഭൂരിഭാഗം കുട്ടികളുടെയും ഏറ്റവും വലിയ വിഷയം. ഈ ഒരു ഡിസംബറിലൊക്കെ ക്ലാസ്സസ് ഒക്കെ കഴിയുമ്പോൾ ഭൂരിഭാഗം കുട്ടികളുടെ മെയിൻ പ്രശ്നം എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്.
അപ്പം അത് കൃത്യമായിട്ട് നമ്മളെ സിസ്റ്റത്തിൻ്റെ അടുത്തുണ്ടാവും. പലപ്പോഴായിട്ട് എൻട്രൻസ് കോച്ചിങ്ങിലൊക്കെ ഞാൻ കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ ക്ലാസ് റൂമും അതേപോലെ തന്നെ ഹോസ്റ്റലും തമ്മിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ദൂരം ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങളെ ഹോസ്റ്റലും ക്ലാസ് റൂമും തമ്മിൽ അരമണിക്കൂർ ദൂരം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ 1 മണിക്കൂർ എടുക്കും. ആൻഡ് ഒരു 200 ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 200 മണിക്കൂർ പോകും. നിങ്ങൾ ഡെയിലി ഒരു 5 മണിക്കൂർ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 200 മണിക്കൂർ എന്ന് പറയുന്നത് 40 ദിവസം പഠിക്കേണ്ട സമയമാണ്. ആൻഡ് ഒരു നീറ്റ് JEE ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് 40 ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ റാങ്ക് നല്ലോണം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എഡ്യൂപോർട്ടിൻ്റെ ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ നിന്നും 5 മിനിറ്റ് അകലത്തിലായിരിക്കും. എന്ന് മാത്രമല്ല ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ഹാളാണ് ഞങ്ങൾ കുട്ടികൾക്ക് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ലോണ്ട്രി സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. റൂം ക്ലീൻ ചെയ്ത് അവരെ ബെഡടക്കം നമ്മൾ വിരിച്ചു കൊടുക്കും. കുട്ടികൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അവർ പഠിച്ചാൽ മാത്രം മതി. അതായത് ബെസ്റ്റ് ക്ലാസ്സസ്, എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ ടോട്ടൽ പ്ലാനിങ്, അതേപോലെ തന്നെ ബെസ്റ്റ് സ്റ്റഡി എൻവയോൺമെൻറ്റ്, ഇത് 3ഉമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് ഒരു കാര്യം ഞാൻ 100% ഉറപ്പ് പറയാം, നിങ്ങൾ കേരളത്തിലെ വേറെ എവിടെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറിനേക്കാളും മിനിമം 50 മാർക്ക് എഡ്യൂപോർട്ടിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും.